സമരം കടുപ്പിക്കുകയാണ് ഇന്ത്യ സഖ്യം. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭമുയർത്തും. കരിദിനം ആചരിച്ച് കറുത്ത വസ്ത്രം ധരിച്ചാണ് എംപിമാർ പാർലമെന്റിലെത്തിയത്. പരീക്ഷാ ക്രമക്കേട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ പറഞ്ഞു. മോദി സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്ന പ്രക്ഷോഭത്തിനാണ് തുടക്കമായതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് റിപ്പോർട്ടിനോട് പറഞ്ഞു. ഈ ഗവൺമെന്റിന്റെ അവസാനം കുറിക്കുന്ന, അന്ത്യം കുറിക്കുന്ന ഒരു പ്രക്ഷോഭത്തിലേക്കാണ് ഇന്ത്യയിലെ ജനങ്ങൾ, വിദ്യാർത്ഥികൾ തുടക്കം കുറിച്ചിരിക്കുന്നു. അത് കോൺഗ്രസ് അത് ഏറ്റെടുത്തിരിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഈ സമരം, ഈ പ്രക്ഷോഭത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്നു. ഞങ്ങളെയൊക്കെ വളരെ ഭീകരമായിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഞങ്ങളെപ്പോലും എം പിമാരാണെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് യാതൊരു മാന്യതയും കാണിക്കാതെയാണ് ഡൽഹി പോലീസിന്റെ ക്രൂരമായ, ഒരുപക്ഷെ ഇന്ത്യയിലെ പോലീസ് ഇത്രയും ക്രൂരമായ മനോഭാവമുള്ള ഒരു പോലീസ് ഡൽഹി പോലീസാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണെന്ന് അറിഞ്ഞിട്ടുകൂടി അദ്ദേഹത്തോട് ഇന്നലെ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ഒരു പ്രതിപക്ഷ നേതാവിന് ഇങ്ങനൊരു അവസ്ഥ എന്തെങ്കിലും ഉണ്ട്? അറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വത്തിന് ഒളിച്ചോടാൻ പാടില്ല, ഒളിച്ചോടാൻ പറ്റില്ല. വളരെ അസാധാരണമായ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയോട് പോലും അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണെന്നുള്ള പരിഗണനയില്ലാതുള്ള ഒരു നടപടിയും സമീപനവുമാണ് ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കേന്ദ്രമന്ത്രി ചർച്ചയ്ക്ക് വന്നപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞ ആവശ്യങ്ങളിൽ ഒന്ന് രാജിയും, രണ്ട് കേസ് പിൻവലിക്കണം എന്നുള്ളതാണ്. ഈ സമരങ്ങളോടൊക്കെ ഞങ്ങൾക്ക് ആഭിമുഖ്യം തന്നെയാണുള്ളത്. ജന്തർമന്ദറിൽ CJP പ്രക്ഷോഭത്തിന് പിന്തുണയേറുകയാണ്. കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ ഇന്ന് സമരവേദിയിലെത്തും. വിവിധയിടങ്ങളിൽ നിന്നും യുവാക്കൾ പിന്തുണയുമായി ജന്തർമന്ദറിലേക്ക് ഒഴുകുകയാണ്. ആശുപത്രിയിലുള്ള സോനം വാങ്ചുക്കിനെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിമാർ സന്ദർശിച്ചു. നോബൽ മാരിക്കാരനും ആദിൽ പാലോടും സമഗ്ര വിവരങ്ങളുമായി. നോബൽ, ആദ്യം പാർലമെന്റ് വിശദാംശങ്ങളിലേക്ക്. നോബൽ, ഇന്നിപ്പോൾ പാർലമെന്റ് 3-ാം ദിവസമാണ്. ഇന്നും ഈ വിഷയം, ഈ നീറ്റ് വിഷയം തന്നെ പാർലമെന്റിൽ ഉന്നയിക്കാനാണോ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച വിഷയത്തെ എങ്ങനെയാണ് കോൺഗ്രസ് ഉന്നയിക്കാനിരിക്കുന്നത്? പാർലമെന്റിനകത്ത് വേഗം തന്നെ പ്രതികരിച്ച് പുറത്തേക്ക് ഇറങ്ങുക എന്ന ആലോചനയാണോ, അതോ അതിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ കാര്യങ്ങൾ ഉന്നയിക്കാൻ സമീപനമായിരിക്കുമോ? എന്താണ് സ്ട്രാറ്റജി? സ്മൃതി, പാർലമെന്റ് നടപടികൾ ആരംഭിക്കുമ്പോൾ ശക്തമായ പ്രതിഷേധം ഇന്നിപ്പോൾ ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്ത്യ സഖ്യയോഗം ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഓഫീസിൽ പാർലമെന്റിന് അകത്ത് ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ കക്ഷി നേതാക്കളും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചാണ് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പം മുമ്പ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകളുടെ പ്രതികരണം അടക്കം കേൾക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും എതിരെടുത്ത കേസുകൾ പിൻവലിക്കണം എന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനമന്ത്രി നേരിട്ട് സഭയിലെത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ വിശദീകരിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. അത്തരത്തിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കൊപ്പം ഇന്നലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് എതിരെ ഉണ്ടായ പോലീസ് നടപടിയെ ശക്തമായി അപലപിച്ചുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി, ഒപ്പം അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഉണ്ടായ നടപടികളെ ശക്തമായി അപലപിച്ചുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ ലോക്സഭയ്ക്കകത്തേക്ക്, രാജ്യസഭയ്ക്കകത്തേക്ക് നേതാക്കൾ പോകാൻ പോകുന്നത്. അതിനു മുൻപായി പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം ഉണ്ടാകും എന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. പാർലമെന്റ് കവാടത്തിൽ മഗർദ്വാറിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ്. എന്താണെങ്കിലും സഭാ നടപടികൾ ഇന്ന് മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇന്നലെ വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ തന്നെ സഭാ നടപടിയിൽ പിരിയുന്ന കാഴ്ച നമുക്ക് കണ്ടത്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിക്കുമ്പോഴും അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നു. സ്പീക്കർ അടക്കം പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് എന്ന വിമർശനം ഉന്നയിക്കുന്നു. ഏതാണെങ്കിലും ഇന്നും ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധമായിരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെതിരെ അടക്കമുണ്ടായ ഈ ശക്തമായ പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലേക്കാണ് പ്രതിപക്ഷം കടക്കാൻ പോകുന്നത്. സഭയുടെ നടുത്തളത്തിലായിരിക്കും പ്രതിപക്ഷ എംപിമാർ സഭ ആരംഭിക്കുമ്പോൾ മുതൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. സ്മൃതി, അതോടൊപ്പം തന്നെ എന്താണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ യോഗവും ചേരാനിരിക്കുന്നു. എങ്ങനെയാണ് ഇനി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ ഒരുമിച്ചൊരു തീരുമാനത്തിലേക്ക് കൂടി വരുമോ നോബൽ? സ്മൃതി, പാർലമെന്റിന് അകത്ത് എടുക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിന് അകത്ത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം ഒരുമിച്ച് നിന്നുകൊണ്ട്, അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി ആണെങ്കിലും ഒപ്പം ഈ പറഞ്ഞ ശിവസേന അല്ലെങ്കിൽ ഈ പറഞ്ഞ NCP അടക്കമുള്ള പാർട്ടികളൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം. ആം ആദ്മി പാർട്ടിയൊക്കെ ഒരുമിച്ച് നിന്നാണ് പ്രതിഷേധം കൊണ്ടുപോകുന്നത്. ആ പ്രതിഷേധം ഏത് തരത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഓഫീസിൽ യോഗം ചേർന്നത്. ആ യോഗത്തിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ തന്നെ തീരുമാനം ആയതാണ് കറുത്ത വസ്ത്രം ധരിച്ച് അത്തരത്തിൽ പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രം
എത്തണമെന്ന തീരുമാനം നേരത്തെ തന്നെ എടുത്താണ്. മഹദ്വാറിൽ പ്രതിഷേധിക്കാനുള്ള തീരുമാനം ഏറെക്കുറെ ഇപ്പോൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ടായിരിക്കും അതിനകത്ത് ഈ പറഞ്ഞ പാർലമെന്റ് കവാടത്തിലും പാർലമെന്റിനകത്തും പ്രതിഷേധം കൊണ്ടുപോകുക. അത് ഏതൊക്കെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് എപ്പോഴും ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് ഒരു ദിവസം പ്രതിഷേധം എന്നാണ് ഒരു രീതി എന്ന് പറയുന്നത്. ആദ്യ ദിവസം അയോധ്യ ആയിരുന്നെങ്കിൽ ഇന്നലെ എത്തിയപ്പോഴേക്കും അത് നീറ്റ് ചോദ്യപേപ്പർ വിഷയമായി. ഇന്നും ആ വിഷയം തന്നെയായിരിക്കും ഉയർത്താൻ പോകുന്നത്. എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വലിയ പ്രതിഷേധം നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ എന്താണെങ്കിലും വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും അല്പസമയത്തകം തന്നെ മഹർദ്വാറിൽ പ്രതിഷേധം ആരംഭിക്കും. 11 മണിയോടെ പാർലമെന്റ് അകത്തേക്ക് ആ പ്രതിഷേധം മാറും. പിന്നീട് എന്താണ് നടക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് കറുത്ത വസ്ത്രം ധരിച്ചാണ് പാർലമെന്റിലേക്ക് പ്രതിപക്ഷം എത്താനിരിക്കുന്നത്. കറുത്ത ദിനമായി തന്നെയാണ് ഇന്നലത്തെ ദിവസത്തെ കണ്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ കരിദിനം ആചരിക്കുമെന്ന് കൂടി പ്രതിപക്ഷം പറയുകയാണ്.